എന്താണ് ഇങ്ങനെ മുഖമൊക്കെ വല്ലാതിരിക്കുന്നേ? ഇങ്ങനെ ഓടിച്ചാടി പണിയെടുക്കേണ്ട കാര്യമുണ്ടോ? ഇല്ലമ്മേ, പതുക്കെ ചെയ്ത കാര്യങ്ങളൊക്കെ വൈകി പോയില്ലേ. എനിക്ക് യാതൊരു കുഴപ്പമില്ല. ഞാൻ വേറെന്തൊക്കെ ആലോചിച്ചു പോയതാ. ശരി, നീ വെള്ളം കുടിക്കണ്ട, ജ്യൂസ് കൊണ്ടുവന്ന് തരാം. കുടിച്ചോ മോനെ, ഇതില് ഗ്ലൂക്കോസ് കൂടി കലക്കിയിട്ടുണ്ട്. ക്ഷീണം മാറ്റിട്ട് പണിയെടുത്താ മതി. ഒരു കാര്യം പറയട്ടാ, തലയൊക്കെ മൊത്തം പെരുത്തു തുടങ്ങിയിട്ടുണ്ട്. അവിടെ വേണ്ട സജ്ജീകരണങ്ങളൊക്കെ റെഡിയാണല്ലോ അല്ലേ? എപ്പ നോക്കിയാലും നിനക്ക് ഈ ബോട്ടിലിന്റെ ഒരു ചിന്ത മാത്രമേ ഉള്ളൂ. നോക്ക്, ആദ്യം നിങ്ങൾ വീട്ടിലേക്ക് വാ. എന്റെ മരുമോളെ മീറ്റ് ചെയ്തിട്ട് അതിനുശേഷം മതി നിന്റെ തീറ്റയും കുടിയും മറ്റു കാര്യങ്ങളൊക്കെ. മനസ്സിലായോ? ഓ ആയിക്കോട്ടെടാ. സാംബശിവന്റെ കാര്യത്തിൽ നല്ല ശ്രദ്ധ വേണം കേട്ടോ. അവന്റെ ടാബ്ലറ്റ്സും മറ്റു കാര്യങ്ങളും ഒക്കെ എടുത്തോണ്ട് ഇങ്ങോട്ട് പോരാൻ പറ. ആയിക്കോട്ടെ, ഞാൻ നോക്കിക്കോളാം. മതി വേമ്പ. നോക്കിക്കോ നിങ്ങള്, ഈ ദിഗ്വിജയന്റെ വീട്ടിലേക്ക് ഏത് പെണ്ണാണ് വരാൻ പോകുന്നതെന്ന് കണ്ട് അത്ഭുതപ്പെടാൻ തയ്യാറായിരിക്കും. നിങ്ങളെന്താ ഇവിടെ നിൽക്കുന്നേ? അത് ദിഗ്വിജയുടെ വീട്ടിൽ നിന്ന് പാർട്ടി നടക്കുന്നുണ്ടല്ലോ, അങ്ങോട്ട് പോകുന്ന വഴിയാ. അപ്പോഴാ കാറ് ബ്രേക്ക് ഡൗൺ ആയത്. അയ്യോ ആണോ? എന്നാ വരും, ഞാൻ ഡ്രോപ്പ് ചെയ്തോളാം. അല്ല, ഞാൻ എന്റെ ഫ്രണ്ടിനോട് വിളിച്ചു പറഞ്ഞിട്ടുണ്ട്, അവരിപ്പോ വരും. ഞങ്ങൾ ഒരുമിച്ച് വന്നോളാം. നിങ്ങൾ ഇല്ല, ഞങ്ങളും അങ്ങോട്ട് തന്നെയാ പോകുന്നത്. ഒരു കുഴപ്പമില്ല, വന്നോളൂ. ആ ഓക്കെ. ഞങ്ങളുടെ ഡോക്ടറെ കുറിച്ചാണ് ചോദിക്കുന്നത്. അവനെ കുറിച്ച് പറയാൻ തുടങ്ങിയ ഇന്നൊന്നും തീരില്ല. എന്തായാലും ഇന്നും പാർട്ടിക്ക് വരുന്നുണ്ടല്ലോ, അവിടെ വെച്ച് പരിചയപ്പെടാം. അത് പിന്നെ കൂടെയുള്ളത് ആരാണെന്ന് എനിക്ക് പരിചയപ്പെടുത്തി തന്നില്ലല്ലോ. ഓ സോറി, ഇതെന്റെ മാനേജറാണ് നീലു. നന്നായിട്ടുണ്ട്, നല്ല പേര്. പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷം ബ്ലൂ മാഡം? ബ്ലൂ? ആ, ഇംഗ്ലീഷിൽ ബ്ലൂ എന്ന് വെച്ചാ മലയാളത്തിൽ നീലെന്നല്ലേ? വെൽക്കം ശിവാനി, ഇവിടുത്തെ ഭാവി മരുമകൾക്ക് സ്വാഗതം. താങ്ക് യു. സുഖല്ലേ മോളെ? ആ അമ്മ സുഖമായിട്ടിരിക്കുന്നു. എന്തൊക്കെയുണ്ട് നാത്തനെ? സുഖമായിട്ടിരിക്കുന്നു. അല്ല, നീ എന്താണ് ഇവരുടെ കൂടെ? അത് വരുന്ന വഴിക്ക് എന്റെ കാർ ഒന്ന് ബ്രേക്ക് ഡൗൺ ആയി. അപ്പോഴാ ഇവരും അതുവഴി വന്നത്. അവരുടെ കൂടെ ഇങ്ങ് പോന്നു. നാത്തോട് ആരും തെരഞ്ഞോണ്ടിരിക്കുകയാണെന്ന് തോന്നുന്നു. ഇല്ല, അങ്ങനെയൊന്നുമില്ല. ഒരു നിമിഷം നിൽക്കേ. ചേട്ടാ ചേട്ടാ, സംഗീതമേ എന്താണ് ഇങ്ങനെ നോക്കിക്കൊണ്ട് അവിടെ തന്നെ നിന്നാ മതിയോ? വീട്ടിലേക്ക് സ്വീകരിക്കുന്നില്ലേ ഇവിടെ? യെസ് ഡാഡി. അതുപോട്ടെ, നിങ്ങളെന്താ ലേറ്റ് ആകുന്നത്? ഏയ് ഡോക്ടർ കാരണോ, ചുമ്മാ സമയം കളയാനായിട്ട്. ആ ഡോക്ടർ എപ്പോഴും അങ്ങനെ തന്നെ. ഏതെങ്കിലും ഒരു പേഷ്യന്റ് സീരിയസ് ആയിട്ട് അവന്റെ ഹോസ്പിറ്റലിൽ വന്നാലും ഈ ഡോക്ടർ അവിടെ എത്തുമ്പോഴേക്കും അയാള് പരലോകത്ത് എത്തിയിട്ടുണ്ടാവും. ഏയ് വിശ്വനാഥ, നീ അവിടെ നിൽക്കും, ഞങ്ങളിതാ വന്നു. ശരി, അങ്ങനെ ആവട്ടെ. വേഗം വാ. ദിഗ്വിജയ് ഇവിടെ എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഞങ്ങൾ എത്താറായി, നീ അങ്ങനെ ഒറ്റയ്ക്ക് ആഘോഷിക്കണ്ട. ഡോക്ടറെ ഒന്ന് പ്രത്യേകം ശ്രദ്ധിച്ചോ. വഴിയിൽ ഏതെങ്കിലും ഒരു പെണ്ണിനെ കണ്ടു കഴിഞ്ഞാൽ ഇവളെ അന്ന് തന്നെ കൊല്ലം വന്നെന്ന് പറഞ്ഞ് ഇറങ്ങി ഓടാൻ സാധ്യതയുണ്ട്. ആയിക്കോട്ടെ, ഞങ്ങള് ധൈര്യം പോയി. ശരി ആട്ടെ, പെട്ടെന്ന് വാ. ഓക്കെ ഓക്കെ, ബൈ. പ്ലീസ് ഡോണ്ട് മൈൻഡ് ഹിം. പുള്ളി ഒരു പ്രത്യേക ടൈപ്പാ. ആക്ച്വലി അങ്കിൾ പറഞ്ഞ കാര്യം തന്നെ. നമ്മൾ തമ്മിൽ പരിചയപ്പെട്ട ശേഷം ഞാൻ ഭയങ്കരമായിട്ട് ചേഞ്ച് ആയെന്നാണ് എല്ലാരും പറയുന്നത്. പ്രത്യേകിച്ച് നമ്മുടെ തൃശ്ശൂർ അത് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഏയ് തൃശ്ശൂർ,
എന്നെ കുറിച്ച് ഇപ്പൊ പറഞ്ഞതേ ഉള്ളൂ. ജ്യൂസ് എടുത്തോളൂ കൊച്ചുമുതലാളി. തൃശൂൽ ഗസ്റ്റിന് ഫസ്റ്റ് കൊടുക്ക്. നീ ശിവാനി കൊടുക്ക്. മാഡം ഓക്കെ. ശിവനി, തനിക്ക് പ്രശ്നമൊന്നുമില്ല? ഇല്ല. ഐ എം റിയലി സോറി. ഇല്ല ത്രിവിക്രം, അവന്റെ ഒരു തെറ്റൊന്നുമില്ല. ഞാൻ മോളൊന്ന് വെറുതെ ഇരുന്നേ. ഞാൻ അളിയനോട് മുൻപേ പറഞ്ഞിട്ടുള്ളതാ, ജോലിക്ക് വരുന്നവരൊന്നും വീട്ടിലേക്ക് കേട്ടാതെ പടിവരെ നിർത്തിയാൽ മതിയെന്ന്. അളിയനോട് പറഞ്ഞാൽ മനസ്സിലാവില്ല. കൊച്ചുമുതലാളി. വീണ, ശിവാനി മോളി കൂട്ടി കൊണ്ടുപോ. വേറെ ഡ്രസ് കൊടുക്ക. നിന്റെ ഉത്തരവാദിത്തങ്ങൾ ഇനിയും കൂടാൻ പോകും. അതൊക്കെ അവൻ അറിയാവുന്നതല്ലേ. നോക്ക്, അവന്റെ മുഖത്ത് കുറച്ചെങ്കിലും ടെൻഷൻ ഉണ്ടോന്ന്. എന്താടാ മകന്റെ കല്യാണമായിട്ട് ടെൻഷനൊന്നും ഇല്ലടാ നിനക്ക്? എന്തിനാടാ ഞാൻ ടെൻഷൻ അടിക്കുന്നു? എന്റെ മകൻ കണ്ടെത്തിയ ബന്ധം ഏതാണെന്ന് അറിഞ്ഞു കഴിയുമ്പോ നിങ്ങൾക്ക് തന്നെ അത് മനസ്സിലാവും. എന്റെ മരുമോക്ക് 100%, 100-ൽ 100 മാർക്ക് നിങ്ങൾ കൊടുക്കുമെന്ന കാര്യത്തിൽ സംശയം. നോക്കടാ, വെറും വാഗൊണ്ട് മാത്രം പറഞ്ഞാ പോരാ. വരട്ടെ, കണ്ടിട്ട് ഞങ്ങൾ തന്നെ തീരുമാനിച്ചു. വരൂടാ, കുറച്ചു നേരം കൊടുത്തു വെയിറ്റ്. വീണ് അതല്ല, എന്റെ ചേട്ടനൊരു പെൺകുട്ടിയുടെ മുഖത്ത് പോലും നോക്കാത്ത ആളായിരുന്നു. എന്നിട്ട് ഏട്ടത്തി ഇത്ര ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഏട്ടത്തി എന്തോ ഒരു മാജിക്ക് കാണിച്ചിട്ടുണ്ട്. പറ, എന്ത് മാജിക്ക് കാണിച്ചത്? നീ ഇങ്ങനെയൊക്കെ ചോദിക്കുകയാണെങ്കിൽ ഞാൻ ത്രിവിക്രമനെ ഇങ്ങോട്ട് വിളിച്ചു വരുത്താം. എന്നാൽ ഒന്നും സംഭവിക്കില്ല. ചേട്ടൻ വന്നാ എന്നെ തന്നെ സപ്പോർട്ട് ചെയ്യാം. ഇല്ല, എന്നെ സപ്പോർട്ട് ചെയ്യുള്ളൂ. ഓഹോ, അപ്പോ എന്റെ ചേട്ടനെ കംപ്ലീറ്റ് ആയി കുപ്പിയിലാക്കിയിരിക്കാണെന്ന് അർത്ഥം. വീണേ, എനിക്ക് ഇച്ചിരി കൂടുന്നുണ്ട് കേട്ടോ. ഞാൻ പോവാ. സോറി സോറി സോറി, പ്ലീസ് ഇരിക്ക. പരിചയമുണ്ടല്ലേ? പിന്നെ ഇത് ഗോപകുമാർ, ഈസ് എ ഫൈനാൻഷ്യർ ആൻഡ് എ ഹോട്ടലിയർ. ഇത് സാമ്രാട്ട്, സോമിൽ ബിസിനസ് നടത്തിക്കൊണ്ടിരിക്കുക. ഇവരെല്ലാവരും നിന്നെ കാണാൻ വേണ്ടി കാത്തിരിക്കുകയായിരുന്നു ഇവിടെ. ഓ, നീ ഒന്ന് വെറുതെ ഇരുന്നേ. ഞങ്ങളെക്കാളും എക്സൈറ്റ്മെന്റ് നിനക്കായിരുന്നില്ലേ? എന്നിട്ടിപ്പോ സത്യം പറഞ്ഞ നീ പറഞ്ഞും ശരിയാ. അല്ല, ശിവൻ ഇതുവരെ വന്നില്ലല്ലോ. നീ ഒന്ന് പോയി നോക്കിട്ട് വന്നേ. ഓക്കെ ഡാഡി. ഏയ് നീ അവിടെ നിൽക്ക്. അവന്റെ കാര്യമല്ലേ, ഞാൻ പോയി നോക്കിട്ട് വരാം. നിങ്ങൾ അവിടെ ഇരുന്നോളൂ, ഞാൻ പോയി നോക്കിട്ട് വരാം. ഞാൻ നോക്കാം മുതലാളി. പെട്ടെന്ന് കൂട്ടിക്കൊണ്ടുപോടാ. മരുമകളെ കണ്ട് മാർക്ക് ഇടണമെന്ന് പറഞ്ഞ് പോയവനാ. എത്ര കൊടുക്കുമെന്ന് നോക്കാമല്ലോ. ഈ സത്യങ്ങളെല്ലാം പറഞ്ഞ് അവളെ ആ വീട്ടിൽ മരുമകളാക്കാൻ പാടില്ലെന്ന് ദിഗ്വിജയോട് പറയണം. പറഞ്ഞേ മതിയാവൂ. പക്ഷേ ഞാൻ പറയുന്നത് ദിഗ്വിജയ് എന്റെ വാക്കുകൾ വിശ്വസിക്കൂ. വെറും വാക്കുകൾ കൊണ്ട് പറഞ്ഞാൽ വിശ്വസിക്കില്ല. എന്തെങ്കിലും തെളിവും കൂടി വേണം. എന്ത് തെളിവാ കാണിക്കുക? എന്താ ചെയ്യുക? എന്തെങ്കിലും ചെയ്ത് അവളുടെ പദ്ധതികളെല്ലാം പൊളിക്കണം. എന്റെ സുഹൃത്തുക്കളെല്ലാം ഞാൻ രക്ഷിക്കും. എന്തെങ്കിലും ചെയ്ത് രക്ഷിച്ചേ പറ്റൂ. എനിക്ക് തിരിച്ചു പോണം. എനിക്ക് തിരിച്ചു പോണം. എനിക്ക് തിരിച്ചു പോണം. പുറത്തെല്ലാം നോക്കി, അവിടെ എങ്ങും കണ്ടില്ല. ഫോൺ ചെയ്തിട്ടാണ് എടുക്കുന്നുമില്ല. ഇവൻ ഈ സമയത്ത് എങ്ങോട്ട് പോയതാ? പുറത്തെല്ലാം നോക്കി, അവിടെ എങ്ങും കണ്ടില്ല. ഫോൺ ചെയ്തിട്ടാണ് എടുക്കുന്നുമില്ല. ഇവൻ ഈ സമയത്ത് എങ്ങോട്ട് പോയതാ? ഈ ഡോക്ടർമാരെല്ലാരും ഇങ്ങനെയാണോടാ? എന്തെങ്കിലും അത്യാവശ്യം പോയതായിരിക്കും അവൻ. വേണേ ഞാനൊന്ന് പോയി നോക്കിട്ട് വരാം. ഇനിയിപ്പോ അതൊന്നും വേണ്ട. സോറി ശിവാനി, ഇനി ഒരു ദിവസം ഞാൻ അവനെ പരിചയപ്പെടുത്തി തരാം. കുഴപ്പമില്ല. അവൻ നേരത്തെ ഇങ്ങനൊന്നും ആയിരുന്നില്ല. റീസെന്റ് ഇങ്ങനെ ആയത്. ഈ അടുത്തിടയ്ക്ക് ഒരു അപകടം പറ്റിയ പിന്നെ. ആണോ? എന്താ പറ്റിയത്? അത് പറയാൻ പോയ ഒരുപാട് പറയേണ്ടി വരും. അത് ഞാൻ മറ്റൊരു ദിവസം പറഞ്ഞുതരാം. അവൾ ഈ വീട്ടിലേക്ക് വരുന്നുണ്ടെങ്കിൽ ആദ്യം ഞങ്ങളോടുള്ള പക തീർക്കാൻ വേണ്ടി തന്നെയാ. ദിഗ്വിജയന്റെ മരുമകളാകാൻ ശ്രമിക്കുന്നതും അതിനുവേണ്ടി ത്രിവിക്രമനെ സ്നേഹിക്കുന്നതെല്ലാം അവിടെ നാടകം മാത്രമാണ്. എത്ര ദിവസം നീ ഇങ്ങനെ നാടകം കളിക്കും? കളിക്ക്. ഒരു ശരിയായ സമയം നോക്കി എല്ലാവരുടെയും മുൻപിൽ വെച്ച് നിന്റെ മുഖം ഞാൻ വെളിപ്പെടുത്തും.
നിനക്കിനി രക്ഷപ്പെടാൻ സാധിക്കില്ല. ഇവിടുന്ന് രക്ഷപ്പെടാൻ നിനക്ക് ഒരിക്കലും സാധിക്കില്ല. ഇപ്പം നീ കളിക്ക. എന്തെങ്കിലും ഒരു എന്റർടൈൻമെന്റ് ഒക്കെ വേണ്ടേ അല്ലേ? നമ്മളെന്തിനാ ഈ പാർട്ടി നടത്തുന്നത്? നമ്മുടെ ദിഗ്വിജയന്റെ മകന്റെ എൻഗേജ്മെന്റ് അല്ലേ? ആ, അങ്ങനെയാണെങ്കിൽ ആരാദ്യം ഡാൻസ് കളിക്കേണ്ടത്? ഡാൻസ് കളിക്കാൻ പോകുന്നത് ആരാണെന്നറിയോ? ത്രിവിക്രമനും ഒപ്പം ശിവാനി. അതെ അതെ, ചേട്ടനും ചേട്ടത്തിൻ ഡാൻസ് കളിച്ചേ പറ്റൂ. അങ്കിൾ, ഞാൻ ചെയ്താൽ ശരിയാവില്ല. അങ്ങനെയൊന്നും പറഞ്ഞ് ഇവിടുന്ന് വിടാൻ പോണില്ല. എടുത്തി പ്ലീസ്, ഏട്ടാ കമോൺ. Come on, man, do it. മോനെ Come on. തകർക്കടാ. ഇതൊക്കെ അനുഭവിക്കാൻ ഒരു യോഗം വേണം. നിനക്ക് ഭാഗ്യം ഉണ്ടാവോ എന്തോ. പാദസ്വനങ്ങൾ കേട്ടു ഞാൻ ഓരോ ചില്ലകൾ നീളെ വീശിപ്പുവല അതിലാകെ മൂടി താഴ്വര. പ്രശ്നമല്ല, വേദനയാ. നീ ഇപ്പോഴും പ്രണയത്തിലാണ്. ഇല്ലെങ്കിൽ എന്തിനാ ഇങ്ങനെ വേദനിക്കുന്നേ? പറ, നിന്റെ മനസ്സിൽ നമ്മൾ പോയിട്ടില്ലല്ലോ. തൃശൂൽ, ഒന്ന് മാത്രം മനസ്സിലാക്കിക്കോ. നിന്റെ ഈ ബിഹേവിയർ ബോസ് എങ്ങാനും മനസ്സിലാക്കിയാലുണ്ടല്ലോ, നിനക്ക് ശിവാനിയുടെ സ്നേഹം നഷ്ടപ്പെട്ട പോലെ ബോസിന്റെ വിശ്വാസം നഷ്ടപ്പെട്ടു പോകും. ഇല്ല ഇല്ല ഇല്ല, എനിക്ക് എന്റെ ബോസ് എന്നും വേണം. അയ്യോ, എനിക്ക് എന്റെ ബോസ് എന്നും വേണം. എനിക്ക് എന്റെ ബോസിന് വേണം. എനിക്ക് എന്റെ ബോസിന് വേണം. ശിവാനി, തന്നെ കണ്ടതിന് ശേഷം എനിക്ക് ഒരു കാര്യത്തിലും ഒട്ടും ശ്രദ്ധിക്കാനേ പറ്റുന്നില്ല. ഐ ഡോണ്ട് നോ വൈ, പക്ഷെ എന്റെ ഈ ചേഞ്ചിനെല്ലാം കാരണം താൻ തന്നെ ശിവാനി. ഞാനിത് തമാശയായിട്ട് പറഞ്ഞല്ലേ ശിവാനി. ഈ ഡ്രസ്സും തനിക്ക് വളരെ നന്നായിട്ട് ചേരുന്നുണ്ട്. പക്ഷെ നേരത്തെ നീ വാങ്ങിച്ചെന്ന ഡ്രസ്സാണ് നല്ലതെന്നാണല്ലോ പറഞ്ഞത്. ഞാനും അങ്ങനെ തന്നെ വിചാരിച്ചിരുന്നു. ആ പറഞ്ഞ കാര്യം ഞാൻ തിരിച്ചെടുത്തു. ബ്യൂട്ടി ഒരിക്കലും ഡ്രസ്സിലല്ല, അത് ഇടുന്ന ആളില്ല. ഭാഗത്തുനിന്ന് വന്ന തെറ്റിയല്ല, എനിക്ക് പറ്റിയ തെറ്റാ. ജ്യൂസ് ഒഴിച്ച അവനല്ലേ, പിന്നെ അതിൽ താനെങ്ങനെ തെറ്റിയാരിയാവുന്നേ? അല്ല ത്രിവിക്രം, ജ്യൂസ് അവൻ തന്നു. പക്ഷെ ഞാനിത് വാങ്ങിച്ചപ്പോ എന്റെ കയ്യിൽ നിന്ന് സ്ലിപ്പായതാ. അതൊന്നും പറയാൻ വേണ്ടി ഞാൻ എത്ര ട്രൈ ചെയ്തു, പക്ഷെ നിങ്ങൾ ആരും കേട്ടില്ല. അവന്റെ ഭാഗത്ത് ഒരു തെറ്റുമില്ല. ഓ, അങ്ങനെയായിരുന്നു. ഞാൻ കരുതി തൃശൂലിന്റെ കയ്യിൽ നിന്ന് മിസ്റ്റേക്ക് പറ്റിയതാണെന്ന്. ബട്ട് ഡോണ്ട് വറി, അവനെ എങ്ങനെ സമാധാനപ്പെടുത്തണമെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. എനിക്ക് 5 മിനിറ്റ് തന്നാൽ മതി. ഐ വിൽ ബി ബാക്ക്. തെറ്റാ. ജ്യൂസ് ഒഴിച്ച അവനല്ലേ, പിന്നെ അതിൽ താനെങ്ങനെ തെറ്റിയാരിയാവുന്നേ? അല്ല ത്രിവിക്രം, ജ്യൂസ് അവൻ തന്നു. പക്ഷെ ഞാനിത് വാങ്ങിച്ചപ്പോ എന്റെ കയ്യിൽ നിന്ന് സ്ലിപ്പായതാ. അതൊന്നും പറയാൻ വേണ്ടി ഞാൻ എത്ര ട്രൈ ചെയ്തു, പക്ഷെ നിങ്ങൾ ആരും കേട്ടില്ല. അവന്റെ ഭാഗത്ത് ഒരു തെറ്റുമില്ല. ഓ, അങ്ങനെയായിരുന്നു. ഞാൻ കരുതി തൃശൂലിന്റെ കയ്യിൽ നിന്ന് മിസ്റ്റേക്ക് പറ്റിയതാണെന്ന്. ബട്ട് ഡോണ്ട് വറി, അവനെ എങ്ങനെ സമാധാനപ്പെടുത്തണമെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. എനിക്ക് 5 മിനിറ്റ് തന്നാൽ മതി. ഐ വിൽ ബി ബാക്ക്. On the floor, baby, hit it hard, baby, rock the party, baby, patulengi podi. On the floor, baby, hit it hard, baby, rock the party, baby, patulengi podi. കുടുക്കു പൊട്ടിയ കുപ്പായം മുടുത്തു മണ്ടണ കാലത്തെ മിടുക്കി പിന്നെ എന്നോട് നെഞ്ചിൽ നടുക്കിരുന്നവളാണേ നീ, നടുക്കിരുന്നവളാണേ നീ. നട
പ്രായവരമ്പത്ത് കണ്ടാലും പഠിക്കൽ അങ്ങനെ നിന്നാലും പടച്ചറപ്പേ പിന്നെന്റെ ഉള്ളിൽ പടക്ക പീടിക കത്തുന്നേ, പടക്ക പീടിക കത്തുന്നേ. ആംഗ്രി യങ് മാൻ അല്ലേ? ദേഷ്യം എന്നത് ബോസിനൊരു അലങ്കാരം തന്നെയാണെന്നേ. അതുണ്ടെങ്കിൽ നിങ്ങൾ സൂപ്പറാണോ? ഞാൻ ശിവാനിക്ക് വേണ്ടി ഒരുപാട് ഇഷ്ടപ്പെട്ട് വാങ്ങിച്ച ഡ്രസ്സായിരുന്നു അത്. അതിലേക്ക് ജ്യൂസ് വീണതുകൊണ്ട് എനിക്ക് ഭയങ്കരമായിട്ട് ദേഷ്യം വന്നു. അത് എന്തുകൊണ്ടാന്ന് എനിക്കറിയില്ല തൃശ്ശൂർ. ശിവാനിക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ എനിക്ക് ഭയങ്കരമായിട്ട് ദേഷ്യം വരും. അതും പെട്ടെന്ന് ദേഷ്യം വരും. ഇതിനെയല്ലടാ ലവ് എന്ന് പറയുന്നത്, അല്ലേ? വിഷമിച്ചോണ്ടിരിക്കണ്ട, ഓക്കെ? നീ വിഷമിച്ച അത് ശിവാനിക്കും വിഷമാവും. പിന്നെ എന്റെ കാര്യം ഞാൻ പറയേണ്ട ആവശ്യമില്ല. നീ വിഷമിക്കാതിരിക്കും, ഓക്കെ? ചിൽ തൃശ്ശൂർ, കമോൺ ചിരിക്കണം. എനിക്ക് നീ ചിരിക്കുന്നൊന്ന് കാണണം. കമോൺ ചിരിക്കും. ഒന്നുമില്ല ത്രിവിക്രം, ഞാൻ വീട്ടിൽ പോയിക്കോട്ടെ. വീട്ടിലേക്ക് പോകാനോ? ഡിന്നറിന് വേണ്ടി നമ്മളെ എല്ലാരും വെയിറ്റ് ചെയ്തോണ്ടിരിക്കുക. ഡിന്നർ കഴിച്ചിട്ട് പോയാൽ പോരെ തനിക്ക്? വേണ്ട ത്രിവിക്രം, എനിക്കെന്തോ മൂഡ് ശരിയില്ല. പിന്നൊരു ദിവസം വരാം. എന്നാ അവരോടൊക്കെ ഒന്ന് പറഞ്ഞിട്ട് പോയാലോ? വേണ്ട കൊച്ചു മുതലാളി. മാഡത്തിന്റെ ഇങ്ങനൊരു അവസ്ഥയിൽ നമ്മൾ വെറുതെ അവരുടെ അടുത്ത് പോയി സംസാരിച്ചാൽ ശരിയാവില്ല. നിങ്ങൾ പോയിക്കോ, ഞാൻ പറഞ്ഞോളൂ അവരോട്. ഓക്കെ ശരി, ശിവാനി. പാർട്ടി തനിക്ക് ഇഷ്ടപ്പെട്ടില്ലേ? അങ്ങനെയൊന്നുമില്ല. അല്ല എന്താ ശിവാനി, താനൊരു ഭായി പോലും എന്നോട് പറഞ്ഞില്ലല്ലോ. സോറി. ഇറ്റ്സ് ഓക്കെ. താൻ നല്ല ടയർഡാന്ന് തോന്നുന്നേ. പോയി റെസ്റ്റ് എടുക്ക. ഉറങ്ങി എഴുന്നേക്കുമ്പോ എല്ലാം ശരിയായിക്കോട്ടെ. അകത്തേക്ക് ഞാൻ കൂടെ വരാം. കുഴപ്പമില്ല, ഞാൻ പോയിക്കോളാം. ഇറ്റ്സ് ഓക്കെ ശിവാനി, ഞാൻ കൊണ്ടുവിടാം. ഇറ്റ്സ് ഓക്കെ ത്രിവിക്രം, ഞാൻ പോയിക്കോളാം. വല്ലാതെ ലേറ്റ് ആയി, നീ പൊയ്ക്കോ. നീ ഇതെന്താ ഒന്നും കഴിക്കാതെ എല്ലാം ബാക്കി വെച്ചിരിക്കുന്നത്? കഴിച്ചേ. എനിക്ക് മതിയച്ചാ, എന്റെ വയറിഞ്ഞു. ചുമ്മാ പറയല്ലേ നീ. ബിരിയാണി വിളമ്പുമ്പോ ഇത്രയും പോരെ, ഇനിയും കുറെ കൂടെ വിളമ്പെന്ന് എപ്പോഴും പറയുന്ന ആളല്ലേ നീ. ഇന്നിപ്പോ എന്താ ഇത്ര കുറച്ചു കഴിക്കുന്നത്? ഭയങ്കര എന്റെ കയ്യിൽ നിന്നൊരു ചിക്കൻ പീസ് അടിച്ചു മാറ്റാറില്ലല്ലേ നീ. നിനക്ക് ഇഷ്ടമുള്ള ഒരു കാര്യം നീ വേണ്ടാന്ന് വെക്കാറില്ല. എന്നിട്ടിപ്പോ ബിരിയാണി വേണ്ടേ നിനക്ക്? ഇഷ്ടമുള്ളത് കിട്ടാതായി കഴിഞ്ഞാ പിന്നെ അത് ഭയങ്കര കഷ്ടമാണ്. എന്നുവെച്ചാ? അതായത് ഇപ്പൊ ഒരുപാട് കഴിച്ചാലേ വൈകുന്നേരം ആകുമ്പോഴത്തേക്കും വയറിന്റെ പ്രശ്നം, അതുകൊണ്ട് കഷ്ടാവെന്ന് പറഞ്ഞതാ. ഇതെന്റെ മനസ്സിനെ ഒരുപാട് വിഷമിപ്പിക്കുന്നുണ്ട്. വേണ്ട, ഇനി എന്തായാലും ശിവാനിയെ കുറിച്ച് ഒരിക്കലും ആലോചിക്കാനേ പാടില്ല. ഞാൻ കൊച്ചുമുതലാളിയും ശിവാനിയും തമ്മിൽ ഒരുമിക്കാനുള്ള സമയം ദേ അടുത്ത് വന്നുകൊണ്ടിരിക്കുക. അടുത്ത ബുധനാഴ്ച അവര് തമ്മിലുള്ള നിശ്ചയം തീരുമാനിച്ചു വെച്ചിരിക്കുക. അവർ രണ്ടാളും ഒന്നായ പിന്നെ ബോസിന്റെ ജീവിതത്തിലും ശിവാനിയുടെ ജീവിതത്തിലും അവർ പിന്നെ ആകെ തിരക്കിലായിരിക്കില്ലേ. എനിക്കത് മതി. പെൺകുട്ടിയുടെ ബന്ധുക്കളാരും ഇന്ത്യയിലില്ല, അവരൊക്കെ ഫോറിനില്ല. ഈ ഒരു സമയത്ത് വരാൻ പറ്റിയില്ല. അതിന് കുഴപ്പമില്ല. ചെക്കന്റെ വീട്ടുകാരെല്ലാരും തന്നെ ഇല്ലേ? താമ്പൂലം എടുത്തോളൂ, ചടങ്ങ് തുടങ്ങാം. ശരി, എടുക്ക. ശരി അളിയാ.
എന്താ മരുമോനെ എന്തെങ്കിലും ആലോചിച്ചോണ്ട് നിൽക്കുന്നേ? ആ മോതിരം അങ്ങ് ഇട്ടുകൊടുക്ക്. ശിവാനി, നിന്നെ ഞാൻ ഇത്രയും കാലം സ്നേഹിച്ചത് എൻഗേജ്മെന്റ് ചെയ്യാനുമല്ല, കല്യാണം കഴിക്കാനുമല്ല. മുതലാളിയുടെ വീട്ടിൽ നിന്ന് ശിവാനി സേഫായിട്ട് പോയില്ലേ? എന്താ ഇപ്പൊ ചെയ്യാ? ഇല്ല, ശിവാനിക്ക് കുഴപ്പമൊന്നും ഉണ്ടാവില്ല, ഉണ്ടാവാനും പാടില്ല. എന്തായാലും അവിടെ വരെ ഒന്ന് പോയി നോക്കാം. ഈശ്വര, ശിവാനിക്കൊന്നും സംഭവിച്ചിട്ടില്ല. എന്തോ അപകടം സംഭവിച്ചെന്നുള്ള തോന്നലായിരുന്നു മനസ്സിലെ. ഭാഗ്യം, ഒന്നും സംഭവിച്ചിട്ടില്ല. ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ നമ്മൾ കണ്ടേനെ. നന്ദീശ, നീ ഒരു കാര്യം ശ്രദ്ധിച്ചോ? അവൻ നമ്മളോട് എന്തോ മറയ്ക്കുന്നുണ്ടോന്ന് എനിക്കൊരു സംശയം. ചേച്ചേ, അങ്ങനെയൊന്നും ഉണ്ടാവല്ലോ മുതലാളി. പക്ഷേ അവരാശുപത്രിയിൽ നിന്ന് വന്നതിന് ശേഷം അവർക്കെന്തോ വല്ലാത്ത മാറ്റമുള്ളതുപോലെ തോന്നി എനിക്ക്. ശരിയാ, എന്തോ വിചിത്രമായൊരു സ്വഭാവം. അല്ല, എന്റെ മരുമോള് ശിവാനിയെ പരിചയപ്പെടണമെന്ന് നിർബന്ധമായിരുന്നു അവന്. അതിനുവേണ്ടിയാണ് നമ്മൾ പാർട്ടി അറേഞ്ച് ചെയ്തത്. പാർട്ടിക്ക് അവൻ വരികയും ചെയ്തു, അത് അറ്റൻഡ് ചെയ്യാതെ പോവുകയും ചെയ്തു. വേറെ എന്തോ കാര്യങ്ങൾ അവനെ അലട്ടുന്നുണ്ടോ എന്ന് എന്റെ മനസ്സ് പറയുന്നു. കാര്യം എന്താന്ന് വെച്ചാ പറയേ. അമ്മേ, നമ്മൾ കാണുന്ന സ്വപ്നങ്ങൾ എപ്പോഴെങ്കിലും ഫലിക്കാറുണ്ടോ? നമ്മൾ കാണുന്ന സ്വപ്നങ്ങൾ ഫലിക്കോ ഇല്ലയോ എന്നുള്ളത് അതെപ്പോ കണ്ടു എന്നുള്ള സമയത്തെ അനുസരിച്ചിരിക്കും. എന്തു പറ്റി? എന്താടാ? എന്തോ വല്ലാത്തൊരു സ്വപ്നം ഞാൻ കണ്ടുവന്നേ. പറയമ്മേ, ആ സ്വപ്നം ഇനി സത്യാവോ? നീ എപ്പോഴാ ആ സ്വപ്നം കണ്ടത്? അത് ഓർമ്മയുണ്ടോ? പുലർച്ചെ ഒരു 4:45. 4:45? സൂര്യൻ ഉദിക്കുന്നതിന് 1 മണിക്കൂർ മുമ്പെന്ന് പറയുന്നത് ബ്രഹ്മമുഹൂർത്തം എന്നാ പറയുന്നേ. ബ്രഹ്മമുഹൂർത്തത്തിൽ കാണുന്ന സ്വപ്നം സത്യാവെന്നാ പറയുന്നേ. കല്യാണം കഴിക്കാൻ ഇഷ്ടപ്പെടുമോ? എല്ലാത്തിലും ഉപരിയായി ആ ത്രയംബകന് നീ നാഗമാണെന്ന കാര്യം മനസ്സിലായാൽ അവൻ നിന്നെ വെറുതെ വിടില്ല. വീണ്ടും നിന്നെ ദിഗ്ബന്ധനത്തിലാക്കുകയും ചെയ്യും. കഴിഞ്ഞ 14 വർഷക്കാലം നീ വേദന തിന്നു കഴിഞ്ഞതല്ലേ? ഇനി അത് ആവർത്തിപ്പിക്കരുത്. എല്ലാം ആ മഹാദേവന്റെ കയ്യിലാണ്. ഇല്ല, അങ്ങനെ സംഭവിക്കരുത്. ഒരു കാരണവശാലും അബദ്ധം സംഭവിക്കാതിരിക്കാൻ നമ്മളാണ് നോക്കേണ്ടത്. ഞാൻ ഇച്ഛാധാരി നാഗമാണെന്നുള്ള സത്യം ആരും അറിയാൻ പാടില്ല. സ്വപ്നം കണ്ടിട്ടുണ്ട്. അതെന്താന്ന് ചോദിച്ചിട്ട് എന്നോടൊന്നും പറയുന്നുമില്ല. അതിപ്പോ നല്ലതിനാണോ ദോഷത്തിനാണോ എന്നുള്ളതാണ് അവന്റെ ഇപ്പോഴത്തെ ചിന്ത. സ്വപ്നോ? എന്ത് സ്വപ്നം കണ്ടേ? ഏയ്, ഒന്നും കണ്ടില്ല എന്റെ ബോസ്. അമ്മ വെറുതെ ചുമ്മാ പറയുന്നതാ. അമ്മയ്ക്ക് വേറെ പണിയൊന്നുമില്ല. അതേടാ, എനിക്ക് ഈ വീട്ടിലെടുക്കാൻ വേറെ ഒരു പണിയും ഇല്ലല്ലോ. അതുകൊണ്ടല്ലേ നിന്റെ പുറകെ നടക്കുന്നത്. അതെന്താന്ന് കൊച്ചു മുതലാളി നിന്നെ ചോദിച്ചു മനസ്സിലാക്ക്. എന്നോട് അവൻ ഒന്നും പറയുന്നില്ലെന്നേ. ആന്റി, ഡോണ്ട് വറി, ഞാനിവിടെ ഇല്ലേ. ഇവന്റെ കാര്യമൊക്കെ ഞാൻ നോക്കിക്കോളാം. അതെന്താന്നൊന്ന് ചോദിക്ക്. ഇവൻ ഇങ്ങനെ ഇരിക്കുന്ന കണ്ടിട്ട് എനിക്ക് ഒരു സമാധാനവും ഇല്ല. ഞാൻ നോക്കിക്കോളാം ആന്റി, ടെൻഷൻ അടിക്കണ്ട. നമുക്ക് പുറത്തേക്ക് വാ. ഈ സ്വപ്ന നീ എന്തൊക്കെയാ പറയുന്നത്? എടാ, ഞാൻ വെറുതെ തമാശ പറഞ്ഞല്ലേ. തമാശയായിരുന്നല്ലേ? ആ, പിന്നെ ഈ തമാശയൊക്കെ പിന്നീട് സത്യമാവരുത്. നീ ആ കാര്യമൊക്കെ വിട്ടെ. ആക്ച്വലി നിന്നെ ഒരു കാര്യം കാണിക്കാൻ വേണ്ടി ഞാൻ ഇങ്ങോട്ട് വന്നേ. അതെന്തായിരിക്കും നീ ഒന്ന് ഗസ് ചെയ്ത് നോക്കിയേ. ബോസ് പുതിയ വല്ല കാറും വാങ്ങിച്ചായിരുന്നു? അല്ല, ബൈക്ക് ആയിരിക്കുമല്ലേ? ആ, റൈഡ് പോകാനായിട്ട് പുതിയ ഡ്രസ്സ് വാങ്ങിച്ചിട്ടുണ്ടാവും. നോ നോ നോ, ഞാനൊരു പുതിയ നൈഫ് വാങ്ങിച്ചു. എങ്ങനെയുണ്ട്? ശരി, ഇത് ഞാൻ കൊണ്ടുപോയി ഡാഡിനെ കാണിച്ചിട്ട് വരാം. അപ്പൊ ഞാൻ പോയിട്ട് വരാം. ഓക്കെ, ബൈ. അമ്മേ,
ഇതെന്തേ സംഭവം? ഞാൻ സ്വപ്നത്തെ കണ്ട അതേ കത്തി അത് ബോസിന്റെ കയ്യിലിരിക്കുന്നു. ബോസ് ഇത് വാങ്ങുന്നതിന് മുൻപ് ഞാനത് സ്വപ്നം കണ്ടിട്ടുണ്ടെങ്കിൽ അപ്പോ ആ സ്വപ്നം ഫലിക്കുമായിരിക്കുമല്ലേ? എന്റെ ബോസ് ശിവാനിയെ... ഈശ്വര, അങ്ങനെയാണെങ്കിൽ ആ സ്വപ്നം സത്യാവുന്ന ദൈവം തന്ന സൂചനയാ. ഇനി വെറുതെ ഇരിക്കാൻ പറ്റില്ല. ഞാനെന്തെങ്കിലും ചെയ്തേ പറ്റൂ. ബോയ്സ് ആയിരിക്കും നല്ലത്. മാഡം, ഞാൻ പറയുന്നത് കേട്ട് തെറ്റിദ്ധരിക്കരുത്. എനിക്കിതിൽ യാതൊരു തരത്തിലുള്ള ദുരുദ്ദേശമില്ല മാഡം. നിങ്ങളുടെ എൻഗേജ്മെന്റ് ക്യാൻസൽ ചെയ്യണം പ്ലീസ് മാഡം. കൊച്ചു മുതലാളി മാഡത്തിനെ ഉറപ്പായിട്ടും കൊല്ലും. എൻഗേജ്മെന്റിന്റെ ദിവസം തന്നെ മുഹൂർത്തത്തിന്റെ സമയത്ത് കൊച്ചു മുതലാളി മാഡത്തിനെ ഒരു കത്തിയെടുത്ത് കുത്തുന്നത് പോലെ സ്വപ്നം കണ്ടു മാഡം. ഞാൻ ഈയിടെയായിട്ട് കാണുന്ന സ്വപ്നങ്ങളൊക്കെ ഫലിക്കാറുണ്ട്. ദയവേത് ഞാൻ പറയുന്നത് വിശ്വസിക്കും മാഡം. കല്യാണത്തിന് സമ്മതിക്കരുത് പ്ലീസ്. ഈ സാംബശിവൻ ഇത് എവിടെയാണ്? ഫോണാണെങ്കിൽ സ്വിച്ച് ഓഫും ചെയ്ത് വെച്ചിരിക്കുക. ഇനി അവൻ ഗസ്റ്റ് ഹൗസിൽ എത്തിയിട്ടുണ്ടാവും. ഹലോ ഹലോ, ദിഗ്വിജയ്. ആ പറയാം മുതലാളി. എടോ, എന്റെ ഫ്രണ്ട് സാംബശിവൻ അങ്ങോട്ട് വന്നിരുന്നു. വന്നിട്ടില്ലല്ലോ. ഇന്നലെ ഞാൻ എവിടെയും കണ്ടതേയില്ല. താൻ്റെ കാര്യം ചെയ്യും, ആ റൂമിലൊക്കെ ഒന്ന് പോയി ചെക്ക് ചെയ്തേ. ശരി, ഞാൻ നോക്കിയിട്ട് പറയാം. പോകുന്ന കാര്യം അവൻ എന്തുകൊണ്ട് എന്നോട് പറഞ്ഞില്ല? ഇവനെന്താ ഇങ്ങനെയൊക്കെ? ഇന്നലെ പാർട്ടിക്ക് വരുമ്പോ ആള് നോർമൽ ആയിരുന്നല്ലോ. പാർട്ടി തുടങ്ങിക്കഴിഞ്ഞാണ് അവന്റെ സ്വഭാവത്തിന് മാറ്റം ഉണ്ടായത്. എന്താ അവന് പറ്റിയത്? ഞാൻ വോയിസ് അയച്ചിട്ട് ശിവാൻ ഇത്ര നേരമായിട്ട് റിപ്ലൈ അയച്ചില്ലല്ലോ. ഇല്ല, ഇക്കാര്യം ഞാൻ ശിവാനിയോട് ഡയറക്റ്റായി തന്നെ പോയി പറയണം. ഈ എൻഗേജ്മെന്റ് എന്ത് ചെയ്തിട്ടാലും മുടക്കിയേ പറ്റൂ. ഞാൻ കണ്ട സ്വപ്നത്തെ കുറിച്ച് എനിക്ക് പറയണം. ഒരുപക്ഷെ അവളെങ്ങനെ എന്നെ കണ്ടിട്ടുണ്ടെങ്കിൽ. ഇല്ല, ആദ്യം ഈ കാര്യം ദിഗ്വിജയനെ അറിയിക്കണം. ചിലപ്പോ ഞാൻ ഈ കാര്യം അവനോട് പറയുന്നതിന് മുമ്പ് നാഗരാണി വന്ന് എന്നെ കൊന്നു കളഞ്ഞാലോ? ഇല്ല, ഞാനിവിടെ നിൽക്കാൻ പാടില്ല. എനിക്ക് പേടിയാവുന്നു. പെട്ടെന്ന് തന്നെ ഇവിടുന്ന് പോണം. എന്നിട്ട് ദിഗ്വിജയോട് എല്ലാ കാര്യങ്ങളും തന്നെ പറയണം. എന്നിട്ട് എന്റെ ഫ്രണ്ട്സിനോട് ഫോൺ ചെയ്തും പറയണം. പെട്ടെന്ന് തന്നെ പോകണം. പെട്ടെന്ന് പോകണം. എന്താ ഇങ്ങനെയൊക്കെ പറയുന്നതിനോട്? ഞാൻ മാഡത്തിന്റെ ഒരു വെൽവിഷറല്ലേ? തൃശൂൽ, അവളെ കുറിച്ച് കൂടുതൽ വറീഡാവേണ്ട കാര്യം നിനക്കിപ്പോ ഇല്ല. എന്തൊക്കെ വേണം എന്തൊക്കെ വേണ്ടെന്നൊക്കെ അവരല്ലാതെ മൂന്നാമതൊരാൾ പറയേണ്ട കാര്യമില്ല. ശരിയല്ലേ നീലി മാഡം? ശിവാനിയെ ഇങ്ങനെ കെയർ ചെയ്യാനും അവളെ കുറിച്ച് ആലോചിക്കാനും നീ ആരാ? ഓഹോ, ശിവാനിയെ കുറിച്ച് മനസ്സിൽ ഓരോന്നും മെനഞ്ഞുണ്ടാക്കിയിട്ട് വന്നതാണല്ലേ? അയ്യോ മാഡം, അങ്ങനെയൊന്നുമില്ല മാഡം. എന്റെ മനസ്സിൽ അങ്ങനെ ഒന്നുമില്ല. എന്നെ വിശ്വസിക്കും മാഡം. ഇല്ല, നീ പറയുന്നതും ചെയ്യുന്നതും കണ്ടാൽ അറിയില്ലേ നിന്റെ മനസ്സിൽ. തൃശൂൽ, വെറുതെ പ്രശ്നം ഉണ്ടാക്കണ്ട, പുറത്തു വന്നോക്കെ. ഹലോ നീലി മാഡം, ഞാൻ നിങ്ങളെ ശല്യപ്പെടുത്താൻ വേണ്ടി വന്നതല്ല. ഞാനിപ്പോ പറയുന്ന കാര്യം ശിവാനി മാഡത്തിന് നല്ലതിന് വേണ്ടിയിട്ടാണ്. അതായത് മാഡം, എന്റെ സ്വപ്നത്തില്... തൃശൂർ പ്ലീസ്, ദയവ് ഇത് ഇവിടുന്ന് പോവാൻ നോക്ക്. നീ പറയുന്നതും കേട്ടോണ്ടിരിക്കാൻ എനിക്ക് താല്പര്യമില്ല. പിന്നെ വീട്ടിലേക്ക് വരുന്നത് പഴയതൊക്കെ ഓർമ്മിപ്പിക്കാനും എന്നെ ശല്യം ചെയ്യാനും വേണ്ടിയിട്ടാണെങ്കിൽ ഇനി ഇങ്ങോട്ട് വരണമെന്നില്ല. മാഡം, അത് നിന്നോട് പോകാനല്ലേ പറഞ്ഞു? മാഡം പ്ലീസ്, ഞാൻ പറഞ്ഞ മനസ്സിലാവില്ലേ നിനക്ക്? ഇറങ്ങ്. മാഡം, ഞാൻ പറയുന്നത് കേൾക്കുന്നു. പ്ലീസ് ഇറങ്ങ്. പറഞ്ഞ മനസ്സിലാവില്ലേ? ഞാൻ പറയുന്നൊന്ന് കേൾക്ക് പ്ലീസ് മാഡം. മാഡം, ഞാൻ പറയുന്നൊന്ന് കേൾക്കും. കുറെ നേരം കഴിഞ്ഞപ്പോഴേ എനിക്ക് സുബോധം വന്നത്. നിങ്ങളെല്ലാരും അറിയിക്കണം, ആ നാഗത്തെ കൊടുക്കണം എന്ന് പറയാമെന്ന് ഞാൻ തിരിച്ചു വന്നതാ. തിരിച്ചു വന്നപ്പോഴെങ്കിലും നിനക്ക് എന്നെ ഒന്ന് വിളിക്കായിരുന്നില്ലേ? വെറും വാക്കുകൾ കൊണ്ട് പറഞ്ഞാൽ നീ വിശ്വസിക്കില്ലല്ലോ. അതുകൊണ്ടാണ് ഞാൻ തിരിച്ചു വന്ന് നിന്നെ വിശ്വസിപ്പിക്കാൻ വേണ്ടി നാഗത്തിന്റെ പാട്ടിട്ടത്. അതെ മുതലാളി, പാമ്പിന്റെ പാട്ട് വെക്കാൻ ഡോക്ടറെ പറഞ്ഞത്. ഞാൻ ആ പാട്ട് വെച്ചത് തന്നെ അവള് നാഗറാണിയാണെന്ന് പ്രൂവ് ചെയ്യാൻ വേണ്ടി മാത്രമാണ്.
ആ പാട്ട് അവിടെ വെച്ചപ്പോൾ തന്നെ നിന്റെ മരുമകൾ പാമ്പായി രൂപം മാറി. പാമ്പായിട്ട് മാറിയിരുന്നു? അതെ, അവൾ പാമ്പായി മാറിയിരുന്നു. ആ പാട്ടിനൊത്ത് നൃത്തവും ചെയ്തു. ദിഗ്വിജയ്, അവളെ വിശ്വസിക്കണ്ട നീ. അവളെ വിശ്വസിച്ച് കുഴിയിൽ വീഴണ്ട. അത് എന്റെ മൊബൈൽ എവിടെയും കാണുന്നില്ല ദിഗ്വിജയ്. അതെവിടെ പോയി? അത് ഇന്നലെ രാത്രി ഞാൻ നിന്റെ വീട്ടിൽ നിന്ന് തിരിച്ചു പോന്നില്ലേ, അപ്പോ ആ മൊബൈല് നിന്റെ വീട്ടിൽ തന്നെ വീണു പോയെന്ന് എനിക്ക് തോന്നുന്നു. നന്ദീശ, വീടിനടുത്തൊന്ന് മൊബൈൽ വല്ലതും കിട്ടിയായിരുന്നു? ഇല്ല മുതലാളി. ഞാൻ പറയുന്ന സത്യം തന്നെയാണ്. ശരി, ആ മൊബൈലിന്റെ കാര്യം നീ വിട്ടേക്ക്. ഇപ്പൊ നേരിട്ട് എന്നെ അവളുടെ അടുത്തേക്ക് കൊണ്ടുപോയാ ഞാൻ പ്രൂവ് ചെയ്തുതരാം. എങ്ങനെ? 4 പാമ്പാട്ടികളെ നീ വിളിക്ക്. അവരെ കൊണ്ട് മകടി ഒളിച്ചാൽ ആ നിമിഷം അവൾ പാമ്പായി മാറും. അദ്ദേഹത്തിന്റെ അഭിപ്രായം ചോദിക്കാതിരിക്കുന്നത് തെറ്റാ? അല്ല ദിഗ്വിജയ്, ഞാൻ പറയുന്നു നീ ഒന്ന് കേൾക്ക്. വെറുതെ ഓരോ പറയില്ലേ സാമ്പ. നീ ഒരു കാര്യം മനസ്സിലാക്കണം. എന്റെ മരുമകളാകാൻ ഏറ്റവും യോഗ്യ ശിവാനിയാണെന്നാ ഗുരുക്കള് പറഞ്ഞത്. ഞാൻ നീ പറയുന്ന വിശ്വസിക്കുകയാണെങ്കിൽ അദ്ദേഹത്തെ സംശയിക്കുന്നത് തുല്യമാവില്ലേ അത്? ഗുരുവിന്റെ മഹത്തായ ശക്തിയാണ് എന്നെ ഇതുവരെ രക്ഷിച്ചിട്ടുള്ളത്. അതേപോലെ നിന്നെ. ദിഗ്വിജയ്, ഞാൻ പറയുന്നത് മാത്രം നീ വിശ്വസിക്കാതെ. ഓക്കേ, നീ പറയുന്നത് സത്യമോ കള്ളമോ ആയിക്കോട്ടെ, അതെനിക്കൊരു പ്രശ്നമേ അല്ല. എനിക്ക് ഗുരുക്കളെ വിശ്വസിച്ചേ പറ്റൂ. അവള് നാഗരാണിയാണെന്ന് ഞാൻ തെളിയിക്കാവുന്നല്ലേ നിന്നോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഞാൻ എന്തെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ അത് ഗുരുക്കള് പറയുന്നതായിരിക്കും. നീ പോകുന്നുണ്ടോ ഇല്ലയോ? മാഡം, എന്തിനാ മാഡം ഇങ്ങനെ ചൂടാവുന്നേ? ഞാൻ പറയുന്നത് ഒന്ന് കേൾക്ക്. ഞാൻ പറയാൻ പോകുന്നതൊക്കെ സത്യ. അത് ഞാൻ കണ്ട സ്വപ്നത്തില്. പിന്നെയും തുടങ്ങി ഓരോന്ന് പറയാം. അവന്റെ കോള് കട്ടായി പോയാലും എനിക്ക് അങ്ങോട്ട് വിളിച്ച എല്ലാ കാര്യങ്ങളും പറയാൻ പറ്റും. അയ്യോ മാഡം, ദയവേത് അങ്ങനെയൊന്നും ചെയ്യില്ല പ്ലീസ്. അങ്ങനെയാണെങ്കിൽ ഇപ്പൊ പോ. മാഡം, ഈ പറഞ്ഞതൊക്കെ തിരിച്ചെടുക്കേണ്ടി വരും. ഞാൻ ആരും ബ്ലാക്ക്മെയിൽ ചെയ്യുന്നില്ല, നിങ്ങളാണ് എന്നെ ബ്ലാക്ക്മെയിൽ ചെയ്യുന്നത്. നമ്മുടെ സംസാരത്തിൽ ബോസിനെ എന്തിനാ വെറുതെ വലിച്ചടിക്കുന്നത്? മാഡം, ഒരു ഒറ്റ മിനിറ്റ് ഞാൻ പറയുന്നത് സമാധാനമായിട്ടൊന്ന് കേൾക്കോ? സമാധാനമായിട്ട് കേൾക്കണോ അല്ലേ? നിക്ക്, അങ്ങോട്ട് വരാൻ. താൻ എടുത്തില്ലോ? കുറച്ച് ബിസിയായിരുന്നു. എന്തു പറ്റി ശിവാനി? തന്റെ ശബ്ദം എന്താ വല്ലാതിരിക്കുന്നത്? എനി പ്രോബ്ലം? അത് ചെറിയൊരു തലവേദന. തലവേദന? ഡോക്ടറെ അടുത്ത് പോയാലോ? ഞാൻ ഇപ്പൊ തന്നെ വരാം. എന്താ, നീ ഇങ്ങോട്ട് വരാന്നോ? വേണ്ട വേണ്ട, നീ വരുമൊന്നും വേണ്ട. തലവേദന പോയി. സത്യം പറ ശിവാനി, എന്നോടങ്ങനെ ഫോർമാലിറ്റീസ് ഒന്നും വേണ്ട. അങ്ങനെയൊന്നുമില്ല ത്രിവിക്രം, എനിക്ക് കുഴപ്പമൊന്നുമില്ല. വീട്ടിലാണെങ്കിൽ ഒരുപാട് വർഷങ്ങൾക്ക് ശേഷമാണ് ഒരു ശുഭകാര്യം നടക്കാൻ പോകുന്നത്. അത് മംഗളമായി നടക്കണമെന്ന് മാത്രമേ ഞാൻ ഉദ്ദേശിച്ചുള്ളൂ. ദിഗ്വിജയ, എന്ത് സംശയമുണ്ടെങ്കിലും ഇപ്പോൾ ചോദിച്ചു മനസ്സിലാക്കാം. ഇല്ലാത്ത പക്ഷം സംശയത്തിന്റെ ആഴം കൂടി നീ തന്നെ ദുർബലനായി തീരും. ഒരിക്കലും അങ്ങനെയൊന്നുമില്ല ഗുരുക്കളെ. എന്നാലും ഈ നാഗലോകത്തിൽ നിന്നുള്ളവര് ശല്യങ്ങളൊന്നും ഉണ്ടാക്കില്ലല്ലോ അല്ലേ? അങ്ങനെ ഒന്നും സംഭവിക്കുകയില്ല. സംഭവിക്കുവാൻ ഞാൻ അനുവദിക്കുകയുമില്ല. ഇത്രയും കാലം ഞാൻ നിന്നെ സംരക്ഷിച്ചില്ലേ, ഇനിയും അങ്ങനെ തന്നെ സംഭവിക്കും. കൊച്ചു മുതലാളി ശിവാനിയെ കൊല്ലാൻ ശ്രമിച്ചത് ഒരു ദുസ്വപ്നാണെന്ന് തന്നെ വിചാരിക്കാം. പക്ഷെ ഞാൻ എന്റെ സ്വപ്നത്തിൽ കണ്ട അതേ കത്തിയുമായിട്ടാ ബോസ് ഇന്ന് രാവിലെ എന്റെ അടുത്തേക്ക് വന്നത്. ഇതൊക്കെ ഞാൻ കണ്ട സ്വപ്നം സത്യാവാനുള്ള തെളിവ് തന്നെയല്ലേ? അങ്ങനെയാവും. ഞാൻ ഈ കണ്ട സ്വപ്നം സത്യം. ഓ, ശിവാനി ഞാൻ പറയുന്നതൊന്നും വിശ്വസിക്കുന്നില്ല. എന്തോ കല്ല് വെച്ച് നുണ പറയാന്ന് വിചാരിച്ചിരിക്കുന്നു. ഞാനത് മുടക്കാൻ വേണ്ടി ഞാൻ ഇതുപോലെ ഓരോന്ന് ചെയ്തുകൊണ്ടിരിക്കാന്ന് പറയുന്നത്. അതും കൂടാതെ കൂടെ നീലിയുണ്ട്. ആ നീലി കൂടെ ഇല്ലായിരുന്നെങ്കിൽ ശിവാനി എങ്ങനെയെങ്കിലും ഒന്ന് കൺവിൻസ് ചെയ്യിക്കായിരുന്നു. ശിവാനി, ദയവേ തന്നെ ഒന്ന് മനസ്സിലാക്കാൻ. എല്ലാം ലവ് ആംഗിളിൽ നിന്ന് ഇങ്ങനെ ചിന്തിക്കില്ലേ? ഞാൻ നിന്റെ നല്ലതിന് വേണ്ടിയിട്ടാ പറയുന്നത്. കേൾക്കുന്നില്ലല്ലോ.
ശിവാനിക്കൊന്നും സംഭവിക്കില്ല. ശിവാനിക്കൊന്നും സംഭവിക്കാൻ ഞാൻ സമ്മതിക്കില്ല. എന്റെ സ്വപ്നം അവൾക്ക് എന്തായാലും മനസ്സിലാക്കി കൊടുക്കണം. ഇന്നലെ പുതിയ നൈഫ് അവനെ കാണിച്ചിട്ട് അവൻ ഒരു സന്തോഷം തോന്നിയില്ല. അല്ല മരുമോനെ, നീ എന്തിനാ വെറുതെ ഇങ്ങനെ അവന്റെ കാര്യങ്ങൾ ഓർത്ത് ടെൻഷൻ ആവുന്നത്? അങ്കിളെ പ്ലീസ്, വെറുതെ അങ്കിളിനോട് സംസാരിച്ചോണ്ടിരിക്കുന്നേക്കാൾ നല്ലത് ഫോൺ ചെയ്യുന്ന. അതങ്ങനെയല്ലേ വരൂ. കൂടെപ്പിറപ്പുകൾക്ക് ഇന്നത്തെ കാലത്ത് ഒരു വിലയില്ലെന്നുള്ള കാര്യം എനിക്ക് നന്നായിട്ട് മനസ്സിലായി. നീ നിന്റെ ഇഷ്ടം പോലെ ചെയ്. നടക്കട്ടെ. കൂളാവ് ഗോവിന്ദ, കൂളാവ്. നാളെ നീ ഇതൊക്കെ തിരിച്ചു ചിന്തിക്കേണ്ട ഒരു അവസ്ഥ വരും. അപ്പോഴും നീ മനസ്സിലാക്കൂ ഈ ഗോവിന്ദന്റെ വില എന്താണെന്ന്. നടക്കട്ടെ നടക്കട്ടെ, നിന്റെയൊക്കെ ഇഷ്ടം പോലെ തന്നെ കാര്യങ്ങൾ നടക്കട്ടെ. അമ്പലത്തിൽ പോയിരിക്കുകയാണോ? എന്താണ് തൃശ്ശൂർ, നിന്റെ സൗണ്ട് ഭയങ്കര ഡല്ലാണല്ലോ. ഞാൻ എന്തെങ്കിലും പുതിയതായിട്ട് വാങ്ങിച്ചാ നീ ഭയങ്കരമായിട്ട് സന്തോഷിക്കുന്നല്ലേ? എവിടെയെങ്കിലും പോകുമ്പോ നീ കൂടെ തന്നെ ഉണ്ടാവായിരുന്നു. ഇപ്പൊ നിനക്ക് എന്താണ് പറ്റിയേ? കൊച്ചുമുതലാളി, നിങ്ങളുടെ സെലക്ഷൻ സൂപ്പറാന്ന് നീ എപ്പോഴും പറയുന്നല്ലേ. ഈ ഇടയായിട്ട് നീ അങ്ങനെ പറയാറില്ല. അങ്ങനെ ഒന്നും തന്നെ ഇല്ല ബോസ്. ഞാനിതുവരെ എന്തുണ്ടെങ്കിലും ബോസിനോട് തുറന്നു പറയാറില്ലേ. അപ്പൊ പിന്നെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ബോസിനോട് പറയാതിരിക്കുമോ ഞാൻ? എന്തെങ്കിലും ആവട്ടെ. ശരി, നീ വേഗം വീട്ടിലേക്ക് വാ, ഞാൻ തന്നെ വെയിറ്റ് ചെയ്യാം. ആയിക്കോട്ടെ കൊച്ചുമുതലാളി. അതിൽ കൂടുതൽ എനിക്ക് വിശ്വാസമുള്ളത് നമ്മുടെ ഗുരുക്കളെ തന്നെയാ. എന്തായാലും ഗുരുക്കളോടൊന്ന് ചോദിക്കായിരുന്നു മുതലാളിക്ക്. അതിനൊക്കെയുള്ള ഉത്തരം കിട്ടിയനെ. നന്ദീശ, എന്റെ മരുമകളെ കുറിച്ച് ഇപ്പൊ ഈ ആരോപണം ഉന്നയിക്കുന്ന ഇവൻ സർവഗുണസമ്പന്നനൊന്നും അല്ലല്ലോ. അത് മാത്രമല്ല, സ്വന്തം സ്നേഹിതന്റെ കുടുംബത്തെ ഒരാപത്തും വരാതെ സംരക്ഷിക്കാനായിട്ട് അവൻ കർണന്റെ അവതാരമൊന്നും അല്ലല്ലോ. എന്റെ വിശ്വാസങ്ങൾ തകർത്ത് കളഞ്ഞ വിശ്വാസ വഞ്ചകനാണ്. പക്ഷേ അവര് തെളിവ് സഹിതം കാണിക്കാന്നല്ല പറഞ്ഞത്. കാണിച്ചില്ലല്ലോ. പറയുന്ന കാര്യത്തിൽ അവന് ഉറപ്പുണ്ടെങ്കിൽ തെളിവ് സഹിതം അവൻ നമ്മളെ കാണിച്ചിരിക്കും. സങ്കല്പിച്ച് പറയുന്നവന് ഒന്നിനും തെളിവ് നൽകാൻ പറ്റില്ല. പക്ഷെ എനിക്കെന്തോ സാംബശിവനിൽ നല്ല മാറ്റമുള്ളതായിട്ട് തോന്നുന്നു. അദ്ദേഹം ശിവാനിയുടെ ഹസ്തരേഖ നോക്കിയിട്ടല്ലേ ഈ ബന്ധത്തിന് സമ്മതിച്ചത്. അതുകൊണ്ട് അവൾ ഇച്ഛാധാരി നാഗകന്യകയാണെന്നൊരു ചെറിയ സംശയം ഉണ്ടായിരുന്നെങ്കിൽ പോലും അദ്ദേഹം ഈ ബന്ധത്തിന് സമ്മതിക്കില്ലായിരുന്നു. എല്ലാം വെച്ച് നോക്കുമ്പോ അവൾ എന്റെ വീട്ടിലേക്ക് വരാൻ എന്തുകൊണ്ടും യോഗ്യമാണ്. ശരിയാ മുതലാളി. ഇനിയിപ്പോ മുന്നോട്ട് എന്താ നമ്മൾ ചെയ്യാ? നന്ദീശ, എന്റെ തീരുമാനം മറിച്ചല്ല, ഗുരുക്കളുടെ ഉപദേശപ്രകാരമാണ് ഇനി മുന്നോട്ടുള്ള കാര്യങ്ങളെല്ലാം. ചുരുക്കി പറഞ്ഞ ശിവാനിയുടെയും എന്റെ ത്രിവിക്രമന്റെയും കല്യാണ നിശ്ചയം എത്രയും വേഗം തന്നെ നമ്മൾ നടത്തിയിരിക്കും. നീയോ? നീ ഇവിടെ എന്താ ചെയ്യുന്നേ? എന്നെ എന്തിനാ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവന്നേ? എനിക്ക് മാഡത്തിനോട് കുറച്ച് സംസാരിക്കാനുണ്ടായിരുന്നു. സംസാരിക്കാനുണ്ടെന്ന് വെച്ച് ഇങ്ങനെ കിഡ്നാപ്പ് ചെയ്യാണോ വേണ്ടത്? നിനക്ക് ഭ്രാന്താണോ? അതെ മാഡം, എനിക്ക് മുഴുവൻ ഭ്രാന്ത് തന്നെയാണ്. നിങ്ങളൊന്ന് കണ്ട് സംസാരിക്കാൻ വേണ്ടി ഞാൻ എത്ര തവണ ശ്രമിച്ചു, എന്നിട്ട് അതിനൊരു റെസ്പോണ്ട് പോലും എനിക്ക് തന്നില്ല. ഞാൻ പറയുന്നത് കേൾക്കാൻ തയ്യാറില്ലാത്തതുകൊണ്ട് എനിക്ക് വേറെ വഴിയില്ല. അതുകൊണ്ട് എങ്ങനെയൊക്കെ ഞാൻ ചെയ്ത്. ദയവേത് വേറൊന്നും വിചാരിക്കില്ല മാഡം. ആരെങ്കിലും ഇതൊക്കെ കണ്ടുകൊണ്ട് വന്ന് എന്താ സംഭവിക്കാന്ന് നിനക്കറിയോ? എനിക്ക് അതൊന്നും ഇപ്പൊ വിഷയമല്ല മാഡം. എനിക്ക് നിങ്ങളോടൊരു കാര്യം പറയണം, അത്രേ ഉള്ളൂ. എനിക്ക് എന്ത് പറ്റൂന്നാ ഞാൻ ചോദിക്കുന്നത്? ആരെങ്കിലും എന്നെ ഉപദ്രവിക്കുന്നാണോ? അത് പറഞ്ഞോളൂ തൃശൂൽ, സംസാരിക്കേ. ആരെങ്കിലും എന്നെ അപായപ്പെടുത്തുന്നാണോ? നീ ഇപ്പൊ എന്നെ കിഡ്നാപ്പ് ചെയ്തതുപോലെ വേറെ ആരെങ്കിലും എന്നെ കിഡ്നാപ്പ് ചെയ്യാൻ പോവാണോ? അതുമല്ലെങ്കിൽ എന്നെ ആരെങ്കിലും കൊല്ലാൻ പോവാണോ? അതെ, കൊല്ലാൻ പോവാ. ഈ എൻഗേജ്മെന്റ് കഴിഞ്ഞാൽ നിങ്ങൾ ജീവനോടെ ഉണ്ടാവില്ല. ആ എൻഗേജ്മെന്റ് മുഴുവൻ ഞാൻ സ്വപ്നത്തെ കണ്ടതാ. നോക്ക് മാഡം, അതൊന്നും എനിക്ക് സഹിക്കാൻ പറ്റില്ല. നിങ്ങളുടെ എൻഗേജ്മെന്റ് ദിവസം അപകടം സംഭവിക്കുന്നുള്ളത് സത്യ. ആ എൻഗേജ്മെന്റ് മുഴുവൻ ഞാൻ സ്വപ്നത്തെ കണ്ടതാ. വേണമെന്നുണ്ടെങ്കിൽ അന്ന് സംഭവിക്കുന്നത് വ്യക്തമായിട്ട് ഞാൻ ഇപ്പൊ തന്നെ പറയാം. ശരി ശരി, ഇപ്പൊ നീ അങ്ങനെ ഒരു സ്വപ്നം കണ്ടു, അതിന് ഞാൻ മരിച്ചു പോകുന്നത് തന്നെ വിചാരിച്ചോ? നിന്റെ സ്വപ്നത്തിലല്ലേ ഞാൻ മരിക്കുന്നേ? മരണം സ്വപ്നം കണ്ട ഒരു ആയുസ് വർദ്ധിക്കുന്ന പറയുന്നേ. അപ്പൊ എന്റെ ആയുസ് കൂടെയല്ലേ ഉള്ളൂ? മാഡം പറഞ്ഞതുപോലെ മാഡത്തിന്റെ ആയുസ് കൂടുമെന്നാണെങ്കിൽ അങ്ങനെയുള്ള സ്വപ്നം കാണാനായിട്ട് ഞാൻ ദൈവത്തിനോട് പ്രാർത്ഥിക്കാം.
പക്ഷെ അങ്ങനെയൊന്നും സംഭവിക്കില്ല മാഡം. ഞാൻ സ്വപ്നത്തിൽ കാണുന്നതൊക്കെ സംഭവിക്കാറുണ്ട്. നിങ്ങളുടെ ജീവൻ ശരിക്കും അപകടത്തിലാണ് മാഡം. ഇത് ശിവാനിയുടെ കാറാണല്ലോ. ഹലോ ശിവാനി. ശിവാനി കാർ ഇവിടെ ഇട്ടിട്ട് ഇതെങ്ങോട്ടാ പോയേ? ശിവാനി, പൂജയ്ക്കുള്ള സാധനങ്ങളൊക്കെ ഇവിടെ വീണെടുക്കാണല്ലോ. അപ്പോ ശിവാനി ഏതെങ്കിലും തരത്തിൽ അപകടത്തിൽപ്പെട്ട് കാണോ? ശിവാനി, ശിവാനി. ആളെ മനസ്സിലാക്കണമെങ്കിൽ അടുത്തറിയണമെന്ന് പറയാറില്ലേ? പക്ഷെ അതിന്റെ അർത്ഥം ഇപ്പോഴാണ് എനിക്ക് മനസ്സിലായത്. നിന്നോട് കുറച്ചടുത്തപ്പോഴാണ് എനിക്ക് മനസ്സിലായത് നീ ഇങ്ങനെ നിറം മാറുന്ന ഒരുത്തനാണെന്ന്. മാഡം, നിറം മാറുന്നത് മറ്റുള്ളവരുടെ അല്ലാണ്ട് എന്റെ അല്ല. നിങ്ങൾക്ക് നല്ലത് വരാൻ വേണ്ടി മാത്രം പ്രാർത്ഥിക്കുന്ന ഒരാളാണ് ഞാൻ. നീ കണ്ട സ്വപ്നത്തിൽ നിന്ന് തന്നെ അറിയാലോ നീ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത് എങ്ങനെയാണ്. മാഡം, ആ ദുസ്വപ്നം ഞാൻ വേണമെന്ന് വിചാരിച്ച് കണ്ടതല്ല, അതായിട്ട് വന്നതാ. ശരി, ആയിക്കോട്ടെ, അതായിട്ട് വന്നതാ. നീ വേണമെന്ന് വെച്ച് കണ്ടതല്ല. അത് സത്യമാണെങ്കിൽ നടക്കട്ടെ. ഞാൻ മരിച്ചു പോകുന്നല്ലേ? ശരി, ഞാൻ മരിച്ചോട്ടെ.